ആലപ്പുഴയിലേക്ക് ഇറങ്ങുകയാണ് കെ.സി. വേണുഗോപാൽ ഡൽഹിയിലെ വീട്ടിൽ നിന്ന്. കെ.സി. സ്ഥാനാർത്ഥിയായി എന്താണ് 5 കൊല്ലത്തിന് ശേഷം വീണ്ടും ആലപ്പുഴയിലേക്ക്? അല്ല, ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹാതുരത്വം തരുന്ന ഒരു നാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുറന്നു പറയാം, ഞാൻ കാസർഗോഡ് 91 ആദ്യം മത്സരിച്ചു. ചെറിയ വോട്ടിൽ തോറ്റു. 3400 കൊണ്ട് പാർലമെന്റ് കൊച്ചു പയ്യനായിരിക്കും മത്സരിച്ചത് പെട്ടെന്ന്. പിന്നീട് എനിക്കൊരു പാർലമെന്റിലേക്കുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ്. പലരും പറഞ്ഞു പുന്നപ്ര വയലാറിൻ്റെ നാടാണ്, ഒരു എങ്ങനെ കണ്ണൂരുകാരൻ വന്നിട്ട് അത് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം വന്നിട്ട് എങ്ങനെ ജയിക്കും. പക്ഷേ ഇലക്ഷൻ്റെ പ്രചരണം കഴിഞ്ഞിട്ട് എന്നോട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്നത്തെ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ സ്വതി ശൈലിയിൽ എന്ത് പറ്റി വീണു എന്നാണ് എന്നോട് പുള്ളി ചോദിച്ചത്. അപ്പോൾ എന്താണ് പ്രസിഡന്റിനെ ഞാൻ വിളിക്കാറുള്ളത്? അല്ല, റിപ്പോർട്ട് മോശമാണല്ലോ ആലപ്പുഴയിൽ. അപ്പോൾ ഇൻ്റലിജൻസ് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ തോക്കുന്നതാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ 5000 വോട്ടിന് ജയിച്ചു. പിന്നീട് ഇങ്ങോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ആലപ്പുഴയിൽ. അപ്പോൾ അവിടെ ജയാപജയങ്ങളെക്കാളെ ഞാൻ കാണുന്നത് പ്രസിഡന്റ് ജയ തോൽവിയൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയത്തിലുണ്ടാവും. പക്ഷെ അവിടുത്തെ ജനങ്ങൾ നൽകുന്ന സ്നേഹം, അത് പ്രത്യേകിച്ച് പാവപ്പെട്ടവർ, ആ പാവപ്പെട്ട അവരുടെ ഇടയിൽ പോകുമ്പം അവരുടെ സങ്കടങ്ങളുണ്ടാകും, പ്രയാസങ്ങളും പ്രശ്നം. നമ്മളതിനകത്ത് ഒരാളായിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു സ്നേഹമുണ്ട്. അതിൽ ആരായാലും വീണു പോകും, ഞാനും വീണു പോയി എന്നുള്ളത് സത്യം. പിന്നീട് ഇങ്ങോട്ടുള്ളത് CPM-കാർ പറയുന്നത് പഴയ വോളിബോൾ താരമായ കെ.സി. ഒരു സ്മാഷിൽ ആണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നതെന്നാണ്. ഈ വലിയൊരു സ്മാഷാണ്. കാരണം അവരുടെ ഈ പ്രതീക്ഷകളായിരുന്നു ഈ ആലപ്പുഴയിൽ അങ്ങ് സ്മാഷിലൂടെ തകർക്കുന്നതാണ്. കനലൊരു തരിയായിരുന്നു, അത് കെടുത്താൻ പോവാണ്. കനലൊരു തരിയായിരുന്നു, അത് കെടുത്താൻ പോവാ. അതിനകത്തുള്ളത് കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലേക്ക് മടങ്ങി പോവാന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന വികാരപരമായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യമാണ്. അതിൽ ഞാനിപ്പോൾ തുറന്നു പറയാമല്ലോ, ഞാനവിടെ MP ആയിരുന്ന കാലഘട്ടത്തിൽ CPM, BJP അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയം കാണിച്ച് അമിതമായ അതിപ്രസരം കാണിച്ചിട്ട് എൻ്റെ MP പ്രവർത്തനങ്ങളോ MLA പ്രവർത്തനങ്ങളോ മന്ത്രി പ്രവർത്തനങ്ങളോ ഉണ്ടാകുന്ന ആളല്ല. അത് അവർക്കെല്ലാം പറയാം. വീട്ടിൽ ആർക്കും വേണമെങ്കിലും വരാം, ഏത് പാർട്ടിക്കാർക്കും വേണം, എല്ലാ പാർട്ടിക്കാരുടെയും പ്രശ്നങ്ങൾ കേൾക്കും. അതിനകത്ത് ഒരു സ്ക്രീനിങ്ങും എൻ്റെ ഭാഗത്തുണ്ടാവാറില്ല. അത് ആലപ്പുഴയിൽ എല്ലാവരും സമ്മതിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഇതിനും വലിയ തെരഞ്ഞെടുപ്പായിരുന്നു 2019. അന്ന് അങ്ങ് മത്സരിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു MP ആണ്, ആ MP ആയിട്ട് പോലും പോയി മത്സരിക്കുന്ന വലിയ എന്തൊക്കെയോ കിട്ടാൻ വേണ്ടി പോകുന്ന ഇതാണ്. അതിന്റെ കൂടെ പ്രതിപക്ഷ ചോദ്യം ഈ പറഞ്ഞ ഇപ്പോഴും വരുന്ന ആരോപണമാണ്. ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തുന്നു, 3 കൊല്ലത്തെ കാലയളവിൽ അത് BJP-ക്ക് നൽകുന്നു എന്നൊക്കെ ഉള്ളത്. 3 കൊല്ലമില്ല, 4 വർഷം. 4 കൊല്ലം 2 വർഷമുണ്ട്. അതിനകത്ത് ആ ചോദ്യത്തിലുള്ള മറുപടി തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് 2019-നേക്കാൾ ക്രൂഷ്യലാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്ന, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡുണ്ട്. ഈ ഗവൺമെൻറ്റിനെ എതിർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ഇലക്ട്രൽ ബോർഡ് പിന്നെ ഞങ്ങളുടെ ഫണ്ടിൻ്റെ പ്രശ്നം തന്നെ. കോൺഗ്രസ് പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടിയല്ലേ? തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പാണോ 2019 കേസെടുത്ത് പൊക്കിയിട്ട് ഞങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കേണ്ടത്? ഇലക്ഷന് വൈറ്റ് മണി എന്തായാലും കൊടുക്കാതെ നമുക്ക് പറ്റില്ലല്ലോ. ഇത് കൊടുക്കാൻ ഞങ്ങൾ 250 കോടിയിൽ ഒരു ഉറുപ്പിക ഇപ്പം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. ഇത് എന്താണ് ടാർഗറ്റ്? ഇലക്ഷൻ കമ്മീഷന് ഒരുപാട് പരാതി കൊടുത്തു. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. IT, ED. ഞാൻ ചോദിക്കട്ടെ, എത്ര പേരെതിരായിട്ട് BJP-ക്കെതിരായിട്ട് ആരോപണമുണ്ട്? ഒരു BJP-ക്കാരനെ തൊടുന്നുണ്ടോ? എല്ലാവരുടെ വീട്ടിലും റെയ്ഡാണ്. ഒരു പ്രസ്താവന മോഡിക്കെതിരെ വന്നാൽ പിറ്റേന്ന് അവരുടെ വീട്ടിലേക്ക് റെയ്ഡാണ്. മാധ്യമങ്ങൾ, ഞാൻ ചോദിച്ചോട്ടെ, സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അത് നിർഭയമായി ചെയ്യാനുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടോ ഇന്ത്യയിൽ? തുറന്നു പറയാൻ നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പോയിന്റ്, ഞാൻ അതിന് മറുപടി പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. ലോക്സഭാ ഇലക്ഷനാണ് പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. ലോക്സഭാ ഇലക്ഷനാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഓരോ സീറ്റും കൂട്ടുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ടാർഗറ്റ്. അതിലേക്ക് ആലപ്പുഴയിൽ മത്സരിക്കാൻ ഞാൻ വേണമെന്ന് പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് പറയുമ്പോൾ 2 കൊല്ലത്തെ രാജ്യസഭാ കാലാവധിയുണ്ട്, അതുകൊണ്ട് വിടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. മറ്റൊരു വിഷയത്തിന് ഈ വലിയ എന്തൊക്കെയോ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഈ അതൊക്കെ ലക്ഷ്യം വെച്ചാണ് അങ്ങ് മത്സരിക്കുന്നത്. എന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ,
എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ പാർട്ടി തരാവുന്ന എല്ലാ സ്ഥാനങ്ങളും അല്ല, ലോക്സഭയിലെ കക്ഷി നേതാവാണ് ഇപ്പം പറയണത്. ഒരു കണ്ണൂർദാർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു സാധാരണ കൃഷിക്കാരൻ്റെ മോനായിട്ട് ജനിച്ചിട്ട് എനിക്ക് കേംബ്രിഡ്ജ് വിദ്യാഭ്യാസമോ ഓക്സ്ഫോർഡ് വിദ്യാഭ്യാസമോ ഒന്നുമില്ല. മാതമംഗലം സർക്കാർ സ്കൂളിൽ പയ്യന്നൂർ സർക്കാർ കോളേജ് പോലെ കോളേജിൽ പഠിച്ചിട്ട് വന്ന് ഞാൻ ഇതുവരെയൊക്കെയായി. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, മരിക്കുന്നത് വരെ മരിക്കുമ്പോൾ ഈ പതാക വെച്ചിട്ട് മരിക്കണം, കോൺഗ്രസിൻ്റെ പതാക. അല്ലാതെ വേറെ ആഗ്രഹമുണ്ട്. ഞാൻ സിൻസിയറായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥാനം വരുന്ന വെച്ചിട്ട് പോകുന്ന ഒരാളല്ല. അല്ല, ഇതിൽ വേറൊന്നും ചോദിച്ചോട്ടെ. ഈ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ തവണ ചുക്കാൻ പിടിച്ചിരുന്നത് KC ആണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ. അപ്പോൾ ഇത്തവണ ആലപ്പുഴ KC മത്സരിക്കുന്നു, രാഹുൽജി വയനാട് മത്സരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടുത്തെ ഒരു പിന്നെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട ചലനങ്ങൾ നല്ല സിസ്റ്റം ഉണ്ട്. അവിടെ പ്രോപ്പറായ സിസ്റ്റം ഉണ്ട്. പിന്നെ ഞാൻ അവിടെ വിടുന്ന പ്രശ്നമില്ല. ഇപ്പം ഞാൻ നാളെ ആലപ്പുഴയിലാണ്, മറ്റന്നാൾ വയനാട്ടിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട യോഗം നടത്താൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവുകയും ബന്ധപ്പെടുകയും ചെയ്യും. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് വയനാട്ടിൽ ബെസ്റ്റ് ടീമുണ്ട് ഇലക്ഷൻ നടത്താനാണ്. ഈ സംഘടനാ സംവിധാനം വരുമ്പോൾ എങ്ങനെയിരിക്കും? സംഘടനാ സംവിധാനത്തിൽ ഞങ്ങളിവിടെ കോൺഗ്രസ് പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾ AICC ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഉണ്ടാവും, സംവിധാനം ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിരന്തരമായി നമ്മൾ ബന്ധപ്പെടാൻ നമ്മൾ ഇപ്പം ഓൺലൈൻ കണക്ഷൻ ഇഷ്ടംപോലുള്ള സമയമാണല്ലോ. നമ്മളെ ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം നമ്മളുണ്ടാവും. പിന്നെ എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോട് എനിക്കറിയാം, അവർക്കറിയാം. പഴയ 19-ലെയോ 14-ലെയോ പോലെ 14-ലാണ് ഞാൻ മത്സരിച്ചത്. 14-ലെ സാഹചര്യമല്ല എനിക്കെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കുറച്ച് ദിവസം അവർക്ക് എനിക്ക് എക്സംഷൻ തരുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ. ചുമതല കൈമാറുന്നില്ല, പക്ഷെ മറിച്ച് ചുമതലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്യും. ബസ്നട ഇത്തവണത്തെ കാര്യമാണല്ലോ വയനാട്ടിലെന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ കൺഫ്യൂഷൻ നമുക്ക് ഇല്ലായിരുന്നു. രാഹുൽ ഗാന്ധി എന്തായാലും വയനാട്ടിലെത്തും. പക്ഷെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നതിന് പിന്നിൽ KC ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. KCയുടെ ഒരു എന്താണ്, KCയും രാഹുലായിട്ടുള്ള ബന്ധമാണ് രാഹുലിനെ വയനാട്ടിലേക്ക് എത്തിക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ ഒരു പഴയ കഥ? കേൾക്കുന്നതിനൊക്കെ ഇപ്പം നമുക്ക് മറുപടി പറയാൻ പറ്റും. അതല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റിൽ മത്സരിക്കണമെന്ന് തീരുമാനിച്ചു. ഒന്ന് പിന്നെ അമേഠിയിൽ ഉറപ്പായിട്ട് മത്സരിക്കുന്നതായിരുന്നു. അപ്പോൾ വേറൊരു സീറ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അന്ന് നമുക്ക് ഏറ്റവും ശക്തമായിട്ട് പിന്തുണയില്ല, ജനപിന്തുണയില്ല, എന്നാൽ വേക്കൻസിയുള്ള ഒരു സീറ്റായിരുന്നു. ഷാനവാസിൻ്റെ മരണം മൂലം ആ സീറ്റ് മറ്റെല്ലായിടത്തും MP-മാരും ആസ്പിരൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ആരെയും ഉപദ്രവിക്കാതെ പോകാൻ പറ്റുന്ന സീറ്റാണ്. പല സീറ്റുകളും ചർച്ചയിൽ വന്നിരുന്നു, എറണാകുളം വന്നിരുന്നു, മറ്റു സീറ്റുകളും. അവിടെയൊക്കെ ആളുകൾ ആസ്പിരൻസ് ഉണ്ട്, ആളുകൾ മത്സരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു വേക്കൻറ്റ് സീറ്റായിരുന്നു വയനാട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കർണാടക, തമിഴ്നാട്, കേരള ഈ മൂന്നിൻ്റെയും ഒരു ബോർഡർ കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയാണ് വയനാട്. ആ 3 സ്റ്റേറ്റ് ട്രൈ ജംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വേക്കൻറ്റ് സീറ്റിൽ പോകാൻ തീരുമാനിക്കുന്നത് ആ സീറ്റ് തീരുമാനിച്ചു. അന്ന് ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. KCയുടെ A+ മണ്ഡലം ആലപ്പുഴ തന്നെയാണ്. അത് ഇത്രയും വലിയ കോൺഫിഡൻസോടുകൂടി പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്ന് മാറി എന്നാലും വരെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സ്ഥാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനം എവിടെ നിന്ന് തുടങ്ങിയതാണ്? ആലപ്പുഴ. ഞാൻ MLA ആവുന്ന അവിടുന്ന്. MP ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം എനിക്ക് കിട്ടിയത് പാർലമെന്ററി പാർട്ടി വിപ്പ് മാത്രമാണ്, ഒരു വിപ്പ്, പ്രതിപക്ഷത്തിൻ്റെ വിപ്പ്. പിന്നീട് വർക്ക് ചെയ്ത് ഞാൻ ജനറൽ സെക്രട്ടറി ആവും. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആലപ്പുഴയിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എവിടെ മത്സരിച്ചാലും ഞാൻ ആലപ്പുഴ മത്സരിക്കും. KC, അതെ, ഈ ആലപ്പുഴയിൽ നിൽക്കുന്നതിനപ്പുറത്തേക്ക് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എത്ര സീറ്റാണ് ഇപ്പം നിങ്ങൾക്കൊരു കുറേ സർവേയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസ് ആ സർവേ നടത്തി, ഈ സർവേ നടത്തി. എത്രയാണ് പ്രതീക്ഷ? കനകുലു സർവേ ഇതെല്ലാം കനകലു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനും ഇപ്പം അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. അത് പാർട്ടിയുടെ തന്നെ ഒരു ആളാണ്. പണ്ട് അയാൾ സ്ട്രാറ്റജിസ്റ്റായിരുന്നു, ഇന്ന് സ്ട്രാറ്റജിസ്റ്റായിട്ടല്ല അയാൾ വർക്ക് ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടി പ്രവർത്തനമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ആരും അസൂയപ്പെട്ടിട്ടോ അത്ഭുതപ്പെട്ടിട്ടോ കാര്യമില്ല. അയാൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കണം താല്പര്യമുണ്ടായിരുന്നു, ഐഡിയോളജിയോട് താല്പര്യമുണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് കോൺഗ്രസ് ഐഡിയോളജിയോട് താല്പര്യം, ഞാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് അയാൾ വർക്ക് ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റിപ്പോർട്ടൊന്നുമല്ല, ഇതിൽ എഴുതി വെച്ചോ 20 സീറ്റുമായിട്ട് ഇപ്രാവശ്യം കോൺഗ്രസ് കേരളത്തിൽ വരും. കോൺഗ്രസ് അല്ല, UDF 20 സീറ്റ്. ഈ വനിതാ
ന്യൂനപക്ഷ പ്രാതിനിധ്യം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കൂടുതലായിട്ട് കൊടുക്കാമായിരുന്നു എന്നുള്ള തരത്തിലുള്ള എന്തെങ്കിലും ചർച്ചകൾ വന്നിരുന്നു? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ജയിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനം. അപ്പോൾ ഓരോ സീറ്റിനും ആപ്റ്റ് സ്ഥാനാർത്ഥികളെ കണ്ടുപോകുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ വനിതാ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പിന്നെ ചെറുപ്പക്കാർ ഇവർക്കൊക്കെ നമുക്ക് അവസരങ്ങൾ കൊടുക്കുന്നതിന് ചിലപ്പോൾ ചില പരിമിതികളുണ്ടാവും. അത് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞില്ല, കൂടുതൽ കൊടുക്കാമായിരുന്നു. പക്ഷേ ഇതൊരു ഇതല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അസംബ്ലി ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെയും വനിതകളെയും നമുക്ക് കൊടുക്കുക. അടുത്ത അസംബ്ലി ഇലക്ഷൻ ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. നമ്മളിപ്പം ഗ്രൂം ചെയ്യാൻ തുടങ്ങുകയാണ്. അടുത്ത ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ ചെറുപ്പക്കാരുടെയും വനിതകളുടെയും ഇലക്ഷൻ ആയിരിക്കും കോൺഗ്രസും UDF നിർത്താൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. ഈ ഇത്തവണ ഏറ്റവും കേരളത്തിൽ ശ്രദ്ധ ഭയങ്കര ഇതിനോടകം തന്നെ ചർച്ചയായത് ഈ തൃശ്ശൂരാണ്. ഈ തൃശ്ശൂർ BJP അക്കൗണ്ട് പൂട്ടിക്കും കോൺഗ്രസ് മുരളി വഴി വരുമ്പോൾ ഈ അക്കൗണ്ട് പൂട്ടുക എന്നുള്ളതല്ല, തൃശ്ശൂരിൽ ഈ BJPയുടെ സാധ്യതകൾ ഇങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ BJP മറ്റു മണ്ഡലങ്ങളിലൊക്കെ അവർ ദുർബലമായിട്ടുള്ള മണ്ഡലങ്ങളിൽ CPMന് വോട്ട് ചെയ്യുമെന്നൊക്കെ ഉള്ള ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്. അവർക്ക് സാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ ഈ CPMന് BJPയുടെ RSSന്റെ വോട്ട് പോയി എന്നൊക്കെ ഉള്ള ഇത് കൃത്യമായിട്ടും നമുക്ക് അറിയാത്ത വരാറുണ്ട്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ നടന്നത് എന്താണെന്ന് വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ അറിയാമല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ലക്ഷ്യം എന്താണ്? അവരെല്ലായിടത്തും ചെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളുമായിട്ട് സഖ്യമുണ്ടാക്കുന്ന ഘടകകക്ഷികൾക്ക് പോലും അന്ത്യശാസനം കൊടുത്തുകൊണ്ടിരിക്കുക പലരും. കോൺഗ്രസുമായി കൂട്ടുകൂട്ടരുത്, കൂട്ടുകൂട്ടിയാൽ നിങ്ങളെ കൈകാര്യം ചെയ്യും. ഇതാണ് കൊടുക്കുന്ന അന്ത്യശാസനം, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളൂ, കോൺഗ്രസുമായിട്ട് കൂട്ടരുത്. കേരളത്തിൽ അപ്പോൾ എന്താണ് BJPയുടെ? അപ്പോൾ ക്ലിയറാണ് BJPയുടെ ലക്ഷ്യം. കോൺഗ്രസ് നമ്പർ പരമാവധി കുറക്കുക, കോൺഗ്രസിനെ ഇല്ലാതാക്കുക. അവർക്ക് വേറൊരു പാർട്ടിയെയും ഭയമൊന്നുമില്ല. കോൺഗ്രസിനെ ഇല്ലാതാക്കുക, രാഹുൽ ഗാന്ധിയെ ഏറ്റവും മോശക്കാരനായ നേതാവാക്കാൻ പറ്റുമോ നോക്കുക, അതിൻ്റെ പ്രചരണം നടത്തുക. ഇത് തന്നെയാണ് CPMൻ്റെ അജണ്ട. ഞാൻ CPM എന്ന് പറയുന്നില്ല, ഇതാണ് പിണറായി വിജയൻ്റെ അജണ്ട. അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ വലിയ വീരവാദം പറഞ്ഞ കർണാടകത്തിലെ ദേവഗൗഡ ഇപ്പോൾ ആരുടെ കൂടെയാണ് മത്സരിക്കുന്നത്? ആരുടെ കൂടെയാണ് മത്സരിക്കുന്നത്? മോഡിയും ദേവഗൗഡയും ഒന്നിച്ചാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്. അവരുടെ പ്രതിനിധിയാണ് കേരളത്തിൽ പിണറായിയുടെ കൂടെ മന്ത്രിയായിട്ട്. അല്ല, കഴിഞ്ഞ ദിവസം പിന്നെ ദേവഗൗഡ കുമാരസ്വാമി പറഞ്ഞത് ഞങ്ങൾ കർണാടകയിൽ BJPയോടും കേരളത്തിൽ LDFനും ഒപ്പമാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അത് മാത്രമല്ല, ദേവഗൗഡ ഒരു കാര്യം കൂടെ പറഞ്ഞു, പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്. അന്ന് മാധ്യമങ്ങളിൽ വന്നതാണ്, പിന്നെ അദ്ദേഹം നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് തടസ്സം? ഒരു JDSന്റെ മന്ത്രിയെ മാറ്റുന്നില്ലെന്ന് അദ്ദേഹം ഇപ്പം 3 മന്ത്രിമാരെ മാറ്റി പുതിയ മന്ത്രിമാരെ വെച്ചല്ലോ. JDSന്റെ മന്ത്രിമാരെ എന്തുകൊണ്ടാണ് മാറ്റാത്തത്? ഈ BJP ശക്തമല്ലാത്ത മണ്ഡലങ്ങളിൽ ഈ ക്രോസ് വോട്ടിംഗ് നടക്കുമെന്ന് ആശങ്കയുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് അണികളിൽ ഇത് കൃത്യമായിട്ട് ഇപ്പോൾ അറിവുണ്ട്. കമ്മ്യൂണിസ്റ്റ് അണികളാരും അവരാരും വ്യക്തിപരമായിട്ട് മോശക്കാരല്ലല്ലോ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രവും ആ പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ചുകൊണ്ട് വന്ന ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ. ആ പഴയകാല കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അതിനൊക്കെ വന്നവരാണ്. ബസ്സിനെ നന്നായിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ അതിൽ വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഏറ്റവും ദുഃഖിതനാണ്. അവരാഗ്രഹിച്ചൊരു പാർട്ടിയല്ല ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ജീർണതയുടെ വക്കിലേക്ക് പോകുന്ന നമ്മളെ കണ്ട ഒരവസ്ഥയിലാണ് അവർ പോകുന്നത്. എല്ലാത്തിനെയും ആശയങ്ങളെയെല്ലാം മറച്ചു പിടിച്ച് സ്വന്തം കാര്യവും സ്വന്തം താല്പര്യവും മാത്രം സംരക്ഷിക്കുന്ന ഒരു കൂട്ടമായിട്ട് മാറിയിരിക്കുക. രണ്ട് ക്ലാസ് ഉണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിൽ. ഒന്ന് ആ ഐഡിയോളജിയിൽ വിശ്വസിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മരിക്കണം, കമ്മ്യൂണിസ്റ്റുകാരനെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ അതിനകത്തുണ്ട്. മറ്റൊന്ന് എന്തെല്ലാം നടന്നാലും പദവിയും പണവും അധികാരവും കൊണ്ട് കമ്മ്യൂണിസ്റ്റായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഈ ക്രോസ് വോട്ടിംഗ് സിദ്ധാന്തമോ ഈ BJPയെ സഹായിക്കുന്ന സിദ്ധാന്തമോ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, ഞാൻ പറഞ്ഞ ഐഡിയോളജി കമ്മ്യൂണിസ്റ്റുകാരുടെ ചിലവാവില്ല. അല്ല, ഇപ്പോൾ കേരളത്തിൽ ഈ BJP എന്ന് പറയുന്ന ഒരു പടം ഇങ്ങനെ കാണിച്ച്, അല്ലെങ്കിൽ മോദിയുടെ പടം ഇങ്ങനെ കാണിച്ച് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു സംഘടിതമായ നീക്കം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അവിടെ അതിൻ്റെ ഒരു ചോദ്യം കൂടെ. ഈ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഒരു കേരളത്തിൽ നടക്കും തോറും മറ്റൊരു തരത്തിലുള്ളൊരു പ്രചരണം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന്
ന്യൂനപക്ഷ പിന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് BJPയെ നേരിടുന്നതിന് തളയ്ക്കുന്നതിന് പിന്നെ വളരെ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ളൊരു നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ള തരത്തിലുള്ളൊരു പ്രചരണം കൂടി അവിടെ ഇടതുപക്ഷം അഴിച്ചുവിടുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം നിങ്ങൾ ഡൽഹിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകനാണ്. എല്ലാ രാഷ്ട്രീയ ചലനങ്ങളെയും നേരിട്ടും ഡീപ്പായിട്ടും അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ 5 വർഷം മുമ്പത്തെ 5 വർഷത്തേക്കാൾ കൂടുതൽ ഈ 5 വർഷം നരേന്ദ്രമോദിക്കെതിരായിട്ടും ഈ BJPക്കെതിരായിട്ടും പോരാട്ടത്തിൻ്റെ മുൾമുന്നിൽ ഏറ്റവും മുന്നിൽ നിന്ന് നേതാവാണ് രാഹുൽ ഗാന്ധി. BJP തിരിച്ച് ടാർഗറ്റ് ചെയ്ത നേതാവാണ്. അതിൻ്റെ ഒരു കാരണവും 21 കേസാണ് ഇപ്പോൾ 21 കേസ്. ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിൽ പോലും മോഡി അറ്റാക്ക് ചെയ്തൊരു പ്രസംഗം ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ്റെ ഏത് പ്രസംഗത്തിലാണ് മോഡി അറ്റാക്ക് ചെയ്തിരിക്കുന്നത്? അല്ല, ഈ കേരളത്തിൽ ഇതല്ലേ അല്ല, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംശയം, അത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ പാർട്ടി, സെക്യുലർ ആശയങ്ങളുള്ള പാർട്ടി. BJP ബ്രാൻഡ് ചെയ്യുന്ന എന്താണ് കോൺഗ്രസിനെ കുറിച്ച്? നിങ്ങൾ ഇതിന്റെ വിരോധാഭാസം ശ്രദ്ധിക്കേണ്ടത്. കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണ്. BJP അവരുടെ ആർഗ്യുമെന്റ് സത്യം കോൺഗ്രസ് മുസ്ലിം പാർട്ടിയല്ല, കോൺഗ്രസ് ഹിന്ദു പാർട്ടിയല്ല, കോൺഗ്രസ് ക്രിസ്ത്യൻ പാർട്ടിയല്ല, കോൺഗ്രസ് മനുഷ്യരുടെ പാർട്ടിയാണ്, എല്ലാവരുടെയും പാർട്ടിയാണ്. എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളണം കോൺഗ്രസിന്. ഏതിൻ്റെയും തീവ്രവാദത്തെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസ് നിലനിൽക്കണമെന്ന് രാജ്യത്ത് നിഷ്പക്ഷമതികൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിനോട് മാത്രമേ ഈ ന്യൂട്രാലിറ്റി മതങ്ങളോട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് CPM കാണിക്കുന്നതാണ്. അവർക്കൊറ്റ ലക്ഷ്യമുള്ളൂ, മൈനോറിറ്റിയെ കബളിപ്പിച്ച് ആ വോട്ട് വാങ്ങിച്ച് കോൺഗ്രസിനെ വീക്കൻ ചെയ്യണം. അത് BJPക്ക് ഏറ്റവും ഗുണകരമാണ്. കോൺഗ്രസ് വീക്കൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് BJPക്ക് ഏറ്റവും ഗുണകരമായ കാര്യമാണ്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ദൂരവ്യാപകമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ അവർ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തുന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടി വരും. കഴിഞ്ഞ 5 വർഷം നമ്മൾ ഇന്ത്യയിൽ കണ്ട വലിയ രാഷ്ട്രീയ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരത് ജോഡോ യാത്രയാണ്, തർക്കമല്ല. ദൗസേന്ന് ഒരു ദിവസം രാത്രി ഞാൻ കേസുമായിട്ട് സംസാരിച്ചിരുന്നു നമ്മുടെ ആ ക്യാമ്പിൽ വെച്ച്. അപ്പം കേസ് പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ പപ്പുവാക്കി കാണിക്കാൻ ഇവരൊക്കെ ശ്രമിച്ചു, പക്ഷേ കണ്ടില്ലേ എന്താണ് രാഹുൽ ഇന്ത്യ കാണുന്നതെന്ന്. ഇപ്പോൾ 2ാം ഘട്ട യാത്ര ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേസിയുടെ ഒരു വിലയിരുത്തൽ എന്താണ് ആ യാത്ര കോൺഗ്രസിനും? ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ 2 യാത്രക്കും 2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ യാത്ര ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. കന്യാകുമാരിയിൽ നിന്നും ഞങ്ങൾ തുടങ്ങുമ്പോൾ ഒരാളും പറഞ്ഞില്ല രാഹുൽ ഗാന്ധി ഈ 4000 കിലോമീറ്റർ പദയാത്ര നടത്തി ഇത് പൂർത്തീകരിക്കുന്നു. ഏതാൾ വിശ്വസിച്ചു? ഞങ്ങളുടെ പാർട്ടിയിൽ പോലും പലരും അത് വിശ്വസിച്ചിട്ടില്ല. ഇതിടക്ക് നിർത്തിപ്പോവും, അല്ലെങ്കിൽ ഇടക്ക് കാറിലേക്ക് കയറും, ഇതൊക്കെയായിരുന്നു. പക്ഷേ കന്യാകുമാരിയിൽ തുടങ്ങി കാശ്മീരിൽ വരെ അദ്ദേഹം അതിലൂടെ ആയിരക്കണക്കിന് ആളുകളുമായിട്ടാണ് ആശയവിനിമയം നടത്തുന്നത്. പാവപ്പെട്ടവർ, കൃഷിക്കാർ, ചെറുപ്പക്കാർ, സ്ത്രീകൾ, അവരിലൂടെ ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞത് സത്യമാണ്. ഈ കോർപ്പറേറ്റ് സ്പോൺസേഡ് മീഡിയകൾ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാക്കുന്ന നെഗറ്റീവായിട്ടുള്ള ക്യാമ്പയിൻ, അദ്ദേഹത്തിനൊന്നും അറിയില്ല, അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അറിയില്ല, ആരുമായി പഠിക്കാറില്ല. ഞാൻ ചോദിച്ചു, ഇപ്പം വിനീതമായി പറയാൻ ആഗ്രഹിച്ചു, 10,000 ആളുകളായിട്ട് രാഹുൽ ഗാന്ധി 5 മിനിറ്റ് 10 മിനിറ്റ് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻട്രാക്ട് ചെയ്ത് പോയ ആളുകളെല്ലാം അവരോട് ഓരോ ആളുകളും ചോദിച്ചിട്ടുണ്ട്, പലരും അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തുറന്ന് കാണിക്കപ്പെട്ട രാഹുൽ ഗാന്ധി അല്ല ഈ യഥാർത്ഥ രാഹുൽ ഗാന്ധി. അദ്ദേഹം ഏറ്റവും അറിവുള്ള ആളാണ്, ഏറ്റവും ആത്മാർത്ഥതയുള്ള ആളാണ്, ഏറ്റവും പാവങ്ങളോട് കരുണയുള്ള ആളാണ്. ഇത് ആ യാത്രയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഈ ജനവിഭാഗങ്ങളെയെല്ലാം ഒന്നിപ്പിക്കാനും പറ്റി. കർണാടകത്തിലെയും തെലങ്കാനയിലെയും ഞങ്ങളുടെ ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളുടെ അടിസ്ഥാനവും അത് തന്നെയായിരുന്നു എന്നുള്ള സംശയം. ഈ യാത്ര ആ യാത്ര ഉണ്ടായിരുന്നത് ഞങ്ങൾ യാത്രയിൽ മുദ്രാവാക്യം സത്യത്തിൽ തുടങ്ങുന്നത് ഭാരത് ജോഡോ യാത്ര, ഒന്നിപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. പക്ഷെ ജനങ്ങൾ ഞങ്ങൾക്കൊരു മുദ്രാവാക്യം തന്നു, വിദ്വേഷത്തിൻ്റെ മാർക്കറ്റ്, സ്നേഹത്തിൻ്റെ കട. അതാണ് ഞങ്ങൾ ഏറ്റെടുത്തു. അത് വലിയ ചർച്ചയായ മുഹബത്ത് കാ ദുഖാൻ, നഫറത്ത് കാ ബാസാർ മേ മുഹബത്ത് കാ ദുഖാൻ. ആ ഒരു ജനങ്ങൾ തന്ന മുദ്രാവാക്യം ഏറ്റെടുത്തു. ആ മുദ്രാവാക്യം ഇന്ത്യ ഒട്ടാകെ മുന്നോട്ട് പോയി. ഈ യാത്രയുടെ ലക്ഷ്യം ഈ യാത്ര പദയാത്രയല്ല, ഈ യാത്ര വാഹനത്തിലൂടെയാണ്. ഈ യാത്ര ഞങ്ങൾ ഉയർത്തുന്ന കുറേ മുദ്രാവാക്യങ്ങളുണ്ട്. ആ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് താഴെത്തട്ടിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഈ ആദ്യ യാത്രയിൽ കിട്ടിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട്
വരുന്ന കാലഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെയോ ഇന്ത്യയുടെ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട മുന്നോട്ട് വെക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ യാത്ര. ഇത് ഇന്നലെ ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസമുണ്ടെന്ന് പറഞ്ഞ ഗുജറാത്തിലെ യാത്രയുടെ സ്വീകരണം ഒന്ന് നോക്കണം. നിങ്ങൾ ജനങ്ങളുടെ സ്വീകാര്യത നോക്കണം. ഞങ്ങൾ ഈ യാത്ര കടന്നു പോകുന്നതെല്ലാം എവിടെയായിരുന്നു? ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം, ജാർഖണ്ഡ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, രാജസ്ഥാൻ, ഇപ്പോൾ ഗുജറാത്ത്, ഇനി അവസാനം മഹാരാഷ്ട്ര. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ് എത്രയോ വർഷങ്ങളായിട്ട്. പക്ഷെ അവിടങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ രാഹുൽ ഗാന്ധിയെ കാണാൻ വരുന്നു, സംസാരിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തലത്തിലേക്ക് തന്നെയാണ് ഇത് എത്തി നിൽക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ഈ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ നടത്തുന്ന സർവേകൾ പോട്ടെ, ഇന്ത്യയിലെ മറ്റു ഇൻഡിപെൻഡൻ്റ് എന്നോ അല്ല ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതെന്നോ പറയുന്ന സർവേകൾ നടത്തുന്നതും ഒരു പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന റേറ്റ് ചിലപ്പോൾ 60%-ആയിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ അവിടെ രാഹുൽ ഗാന്ധിക്ക് 30%, 32% റേറ്റിംഗ് ഉണ്ട് ഒരു പ്രധാനമന്ത്രി അല്ലാത്ത ഒരാൾക്ക്. അല്ല, ഈ യാത്രേൻ്റെ ഗുണം ഉത്തരേന്ത്യയിൽ ലഭിക്കാൻ രാഹുൽ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കണ്ടേ ഈ ഇലക്ഷന് ഗുണം കിട്ടാൻ വേണ്ടി? അല്ല, മത്സരിക്കില്ല ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. എന്താ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ 39 സീറ്റല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. കേരളത്തിലേക്ക് വരികയാണെങ്കിലേ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ബഹ്റയെ നിങ്ങളെല്ലാം കൂടെ ടാർഗറ്റ് ചെയ്യാണ്. ഇതിനെന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, താങ്കളൊക്കെ ഒരുപാട് തെളിവുകൾ പുറത്ത് കൊണ്ടുവരുന്ന ആളാണല്ലോ. എന്തൊന്നും ചെയ്യാത്തത്? ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട്, വെരിഫൈഡ് വിവരങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, ഇപ്പോഴും ലാവണങ്ങളിൽ ഇരിക്കുന്ന, അതും നമ്മുടെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഏറ്റവും വിശ്വസ്തനായിട്ട്, പിന്നെ നമ്മൾ പറയേണ്ട ഭാഷ വേറെയാണ്, ആ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡൽഹിയുടെ ഇടനാഴികളിൽ, അധികാര ഇടനാഴികളിൽ കേരള സർക്കാരിന് വേണ്ടി പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതായത് കേരളത്തിലെ ഈ BJP റിക്രൂട്ട്മെന്റ് നടത്തുന്നവർ ഈ പറയുന്ന അതല്ല, അതൊരു പാക്കേജാണ്. CPM BJP പാക്കേജാണ്. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അടർത്തിക്കൊണ്ടു പോകാൻ പറ്റുമെങ്കിൽ അത് കൊണ്ടുപോകാം. രണ്ടു കൂട്ടരും യോജിക്കുന്നൊരു പോയിന്റാണിത്. പക്ഷേ അറിയാതെ ഇപ്പം പറഞ്ഞു പോകുമ്പം അവർ ആലോചിക്കേണ്ടത് അവരുടെ കൂടെ ഉള്ളവരും പോകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. ഇല്ല, ഇതിൽ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ ലോക്നാഥ് ബെഹ്റയാണെന്നുള്ളൊരു ആരോപണം നിങ്ങൾ കോൺഗ്രസിനുണ്ട്. പക്ഷെ എങ്ങനെ അവിടെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവിൻ്റെ വസതിയിലേക്ക് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് കയറിപ്പറ്റാൻ പറ്റി എന്നുള്ളതാണ് നിർഭാഗ്യകരമാണ്. അത് നിർഭാഗ്യകരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമാണ്. അദ്ദേഹം അല്ല, ഒരുപക്ഷെ ലീഡറെ കുറിച്ച് ഏറ്റവും നല്ലോണം അറിയാവുന്ന ഒരാൾ താങ്കളാണ്. ഒരു മകനെ പോലെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇത്തരത്തിലൊരാൾ പോകുന്നു. ഇപ്പോൾ AK ആന്റണി, കോൺഗ്രസിലെ ഏറ്റവും ആദർശധീരനായ ഒരു നേതാവിൻ്റെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക്, കരുണാകരനെ പോലുള്ള ഒരു കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന ഒരാളുടെ മകൾ BJPയിലേക്ക്. ഇത് വോട്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഇതിൻ്റെ ഒരു ഓപ്റ്റിക്സ് കേരളത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് അതിന് ഒരു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓപ്റ്റിക്സ് ഉണ്ട്. ഇതൊക്കെ മുൻപ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇത് അറിയാമല്ലോ. പിന്നെ നമ്മുടെ BJPയുടെ പിന്നെ പ്രതിരോധ മന്ത്രിയായിരുന്നേ രാജസ്ഥാനിൽ നിന്നല്ലേ, അദ്ദേഹത്തിന് ജസ്വന്ത് സിംഗിന്റെ മാനവേന്ദ്ര സിംഗ് കോൺഗ്രസിലുണ്ടായിട്ടുണ്ട്. കണ്ടൂരിയുടെ മകൻ കോൺഗ്രസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ താങ്കൾ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് വസന്തേ. പിന്നെ ഞാൻ കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ വിശ്വസിച്ച് ഈ പാർട്ടിയിൽ വന്നു ചേർന്ന ആളാണ്. എൻ്റെ ജീവിതത്തിൽ എന്നോട് മുന്നോട്ട് പോകുമ്പം എനിക്ക് സ്ഥാനമാനങ്ങൾ തന്നിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ആർക്കും സ്ഥാനമാനം കൊണ്ട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. പക്ഷെ നിങ്ങളുടെ തുലാസിൽ സ്ഥാനമാനങ്ങളും നിങ്ങളുടെ ആശയങ്ങളും വരുമ്പോൾ ഏതാണ് വലുതെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം വ്യക്തിപരമായിട്ട് നിൻ്റെതാണ്, നമ്മുടേതാണ്. അവിടെ ചിലർ പതറിപ്പോകുന്നുണ്ട്. അത് ഇത്തരം വലിയ മനുഷ്യരുടെ മക്കളും പതറിപ്പോകുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് വിഷമിക്കാനേ പറ്റുള്ളൂ ഓർത്തിട്ട്. നല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇവർക്കൊക്കെ കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? കാര്യം കേരളത്തിൽ മാത്രമല്ല, നമ്മൾ വലിയ കോൺഗ്രസിന്റെ എല്ലാം ലഭിച്ച നേതാവാണ് വീരഭദ്ര സിംഗ്. അദ്ദേഹത്തിന്റെ മകനൊക്കെ പോകും. ഇതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, കോൺഗ്രസ് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട പാർട്ടിയാണ്. സ്വാതന്ത്ര്യ സമര പൂർവ്വകാലഘട്ടത്തിലും ഇങ്ങോട്ടും ഞങ്ങളുടെ പാർട്ടി പിളർന്നിട്ട് എത്ര 69 പിളർന്നു, 78 പിളർന്നു. 78 പിളർപ്പ് എന്തായിരുന്നു? എല്ലാ നേതാക്കന്മാരും ഒരു ഭാഗത്തല്ലായിരുന്നു.
കോൺഗ്രസിൻ്റെ മുഴുവൻ സീനിയർ നേതാക്കന്മാരും സത്യത്തിൽ കളിയാക്കിക്കൊണ്ടായിരുന്നില്ലേ, പിള്ളേരെയും വെച്ചായിരുന്നു ഇന്ദിരാഗാന്ധി നടത്തിക്കൊണ്ടത്, ചെറുപ്പക്കാരായ കുറച്ച് ആളുകൾ. ഞങ്ങളെ തെലുങ്കാന ഞാൻ പറഞ്ഞു നിങ്ങളോട്, തെലുങ്കാന ഞങ്ങൾ കെട്ടിവെച്ച പണം കിട്ടിയില്ല. 5 അസംബ്ലി സീറ്റ് ഈ ഇലക്ഷന് 1 വർഷം മുമ്പാണ് ഇലക്ഷൻ ഞാൻ പറഞ്ഞത്. 5 അസംബ്ലി സീറ്റ്. കാരണം ഞങ്ങൾ 21 MLA-മാരിൽ 17 പേരെയും KCR കൂറുമാറ്റി കൊണ്ടുപോയി. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും പോയി, ശൂന്യമായ തെലുങ്കാന. പിന്നാണെന്ന് ബൈ ഇലക്ഷനിൽ കെട്ടിവെച്ച പണം കിട്ടിയില്ല, കോൺഗ്രസ് റൈറ്റ് ഓഫ് ചെയ്തു എന്ന് എല്ലാവരും പറഞ്ഞു. ഇപ്പം ഞങ്ങൾ 66 സീറ്റുമായിട്ട് അവിടെ അധികാരത്തിലിരിക്കുകയാണ്. കർണാടകത്തിൽ ഞങ്ങളും JDS തമ്മിലുള്ള ഗവൺമെൻറ്റായിരുന്നു. 17 MLA-മാരെ ഒറ്റയടിക്ക് കൊണ്ടുപോയി, ഗവൺമെൻറ് താഴെ ഇട്ടു. കോൺഗ്രസ് അവിടെ ഇല്ലാതെ JDS പിന്നെ BJP താഴെ നിൽക്കുന്ന പാർട്ടിയായി. ഇപ്പോൾ 136 സീറ്റുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ ഈ നേതാക്കന്മാർ പോകുന്നതിൻ്റെ പിന്നാലെ കോൺഗ്രസ് അടികൾ പോകും. അതുകൊണ്ട് നേതാക്കന്മാർ കുറേ ആൾ പോയാൽ കോൺഗ്രസ് ഇല്ലാതാവുമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ സംബന്ധമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരമരത്വമുള്ള പാർട്ടിയാണ്. ഒരു ചോദ്യം, കേരളത്തിലെ നേതാക്കന്മാർക്ക് പലർക്കും, മുതിർന്ന നേതാക്കന്മാരടക്കം പലർക്കും ഉള്ളൊരു ചെറിയ ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായത്, അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായി മാറിയത്? പലരും ചോദിക്കുന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സംഘടനാ സെക്രട്ടറി ആകുന്നു, അത് കഴിഞ്ഞ് ഒരു പക്ഷേ ഇപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും താങ്കളാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ ഒരു അഹമ്മദ് പട്ടേലിന് ശേഷം വളരെ ഒരു താങ്കളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് ഗാന്ധി കുടുംബം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എന്തായിരുന്നു ആ ഒരു കെമിസ്ട്രി? എന്തായിരുന്നു അതിന് ഉത്തരം എങ്ങനെയാണ് വസന്ത? ഞാൻ പറയുക, എന്നിൽ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് അവരുടെ നടപടികളിലൂടെ അവർ തെളിയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം അവിടെ തന്നെയല്ലേ ഉള്ളത്. രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ പാർലമെൻറ്റിൽ ഞാൻ പറഞ്ഞ 2014-19 കാലഘട്ടം രാഹുൽ ഗാന്ധിയുമായിട്ട് ഏറ്റവും അടുപ്പം വരുന്ന കാലഘട്ടമായിരുന്നു. അന്ന് സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാലമായിരുന്നു. ഞങ്ങൾ 44 MPമാർ മാത്രമുള്ള, അതിലും ഇന്നത്തെ MPമാരെ പോലെയല്ല, ഒരുപാട് പ്രായം ചെന്നവരൊക്കെ ഉള്ള. പക്ഷേ ഞങ്ങൾ രാവിലെ 9 മണിക്ക് പാർലമെൻറ്റിൽ പോകും, വൈകുന്നേരം 6 മണി വരും. അത് ഓരോ ഇഞ്ചും പോരാടും. ആ സെഷൻ എടുത്ത് നോക്കിയാൽ അറിയാം, റിക്കാർഡെടുത്ത് നോക്കിയാൽ ഒരു ദിവസം പോലും അവരെ മര്യാദയ്ക്ക് നമ്മൾ നടത്താൻ പറ്റില്ല, അത്രയും സൂക്ഷ്മമാണ്. അപ്പോൾ എന്നെ സൂക്ഷ്മമായിട്ട് രാഹുൽ ഗാന്ധി ഞങ്ങൾ ഒന്നിച്ചടുത്തായിരിക്കാറുണ്ട്, വിരമിക്കാറുണ്ട്, മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ അവർ അടുത്തായിരിക്കാറുള്ളത്. അപ്പോൾ അവർ നെഹ്റു കുടുംബവും പിന്നെ കോൺഗ്രസ്, ഇപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ, ഞാൻ 3 പ്രസിഡന്റുമാരോട് വർക്ക് ചെയ്തു. രാഹുൽ ഗാന്ധിയോട് വർക്ക് ചെയ്തു, സോണിയാഗാന്ധിയോട് വർക്ക് ചെയ്തു, ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയോട് വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ പരമാവധി പരിശ്രമിക്കാറുണ്ട്. എനിക്ക് പരിമിതികളൊക്കെ ഉള്ള നേതാവാണ്. ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂന്താറ് പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന് വലിയ ഒരു അടിസ്ഥാനമായിട്ടില്ലാത്ത, എൻ്റെ അച്ഛൻ രാഷ്ട്രീയക്കാരനല്ല, ഒരു സാധാരണ കൃഷിക്കാരൻ, പഠിച്ചത് സാധാരണ സർക്കാർ സ്കൂളിൽ, അങ്ങനെ ഒരുപാട് പരിമിതികളുള്ള ആളാണ്. ഇവിടെയൊക്കെ വന്നിട്ട് ഇത്തരം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ തന്നെ ചോദിക്കും. പക്ഷേ അവർ എന്നെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം അവരാണ്. ഒരു കാര്യം, സമീപകാലത്ത് ഏറ്റവും അധികം രാജി സ്വീകരിച്ച വ്യക്തികളിലൊന്നും അങ്ങനെയായിരിക്കും. ഇങ്ങനെയൊക്കെ ഈ രാജിക്കത്തൊക്കെ കിട്ടുമ്പം പെട്ടെന്ന് എന്താണ് വികാരം? തുറന്നു പറഞ്ഞാൽ മാനസിക സംഘർഷങ്ങൾ ഒരുപാടുണ്ടാവാറുണ്ട്. ഈ ജോലി കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത്, എനിക്ക് മാനസിക സംഘർഷങ്ങൾ, സന്തോഷം വരുമ്പോൾ ഞാൻ അധികം സന്തോഷിക്കാറില്ല വിജയത്തിൽ. പക്ഷേ ഓരോ ചെറിയ ആരായാലും ഒരു ചെറിയ പാർട്ടി പ്രവർത്തകരും പാർട്ടി വിട്ടു പോകുന്നു പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. പക്ഷേ ആ വിഷമം വെച്ചിട്ട് പിന്നെ ഇരിക്കുകയല്ല, നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് അത് മാറും. ഒരു വാശി കൂടും, ഇനിയും മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട്. ഓരോ രാജ്യവും വാശി കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. ഓരോ രാജ്യവും വാശി കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം സത്യത്തിൽ ചെറിയ ഒരു ഇതാണെങ്കിലും കേരളത്തിലുണ്ടാകുന്ന ചെറിയ ഡെവലപ്മെൻ്റാണ് ഞങ്ങളെ വാശി കൂട്ടുക ചെയ്തിട്ടുള്ളത് പ്രവർത്തിക്കാൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാവുക. പാർട്ടിക്കോടൊപ്പം നമ്മളോടൊപ്പം.